Hey friends, welcome to Happy Bits TV. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ തലക്കെട്ടൊക്കെ കിട്ടി വന്നിരിക്കുന്നത് എന്താണെന്ന് ഓർക്കൂലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളുടെ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നമ്മളൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് നമ്മളൊരു സ്കിൻ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്കും കൂടെ അപ്ലൈ ചെയ്യാണ്. അതാണ് നമ്മുടെ സ്കിൻ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ കുറേ വെയിലേറ്റ് കരുവാളിപ്പും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്നും ചെയ്യാണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിലുണ്ടാവും. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പാക്കും നമ്മുടെ സ്ക്രബും നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്കിത് നമ്മളുടെ സ്കിന്നൊന്ന് സ്ക്രബ് ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മൾ ജസ്റ്റ് അരിപ്പൊടിയും ഞാൻ കുറച്ച് ചെറുപയറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി മാത്രമായിട്ട് എടുത്താലും മതി, അല്ലെന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മളുടെ സ്കിന്നൊന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്കിന്നൊന്ന് സ്ക്രബ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ഷുഗറും കൂടി ചേർക്കാം. ചെറിയ തരികളാണ്, ഒരുപാട് വലിയ തരിയല്ല, ചെറിയ തരിയുള്ള ഷുഗറും കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അധികം ഇത്തിരി അങ്ങോട്ട് വെള്ളം പോലെ ആവാണ്ടിരുന്നാൽ മതി. ഇതാണ് നമ്മുടെ സ്ക്രബ്. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്കിൻ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ സൺടാനം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ മറ്റ് ഡാമേജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഇടാം. ഇതിലേക്ക് നമ്മൾ ചേർക്കണമെന്ന് വെച്ചാൽ കോഫി പൗഡറാണ്, അതുപോലെ തന്നെ തൈരും, കട്ട തൈരും ആണ് നമ്മളിതിലേക്ക് ചേർക്കണം. ഇൻസ്റ്റന്റ് കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് ചിലർക്ക് സ്കിന്നിൽ കുറച്ച് അലർജി പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സാധാ കോഫി പൗഡർ യൂസ് ചെയ്താലും മതി. ഇതാണ് ചെറിയ ചെറിയ തരിയുള്ളതാണ്. അപ്പോൾ തീരെ പൊടിയല്ല, കുറച്ച് തരിയുള്ള ടൈപ്പ് കോഫി പൗഡർ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ സ്കിൻ പോളിഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ഉടച്ചു കൊടുക്കുക. ജസ്റ്റ് ഇതിനകത്ത് വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ തൈരിലുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മതി. തൈര് നന്നായിട്ട് ചേർത്ത് കൊടുത്താലും മതി, വെള്ളം സെപ്പറേറ്റ് ചേർക്കണമെന്നില്ല. അപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഒത്തിരി നമ്മൾ അങ്ങോട്ട് പൊടിഞ്ഞു പോയിട്ട് നമുക്കിത് കിട്ടണ്ട. അപ്പം നന്നായിട്ടിത് ഇളക്കി ചേർക്കുക. നന്നായിട്ട് തൈര് ഇതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ സ്കിൻ പോളിഷ് ചെയ്യാനുള്ള കോഫി പൗഡറും നമ്മളുടെ തൈരും കൂടെ ചേർത്തുള്ള മിശ്രിതം ഉണ്ടാക്കിയിരിക്കണം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഹണി കൂടെ ചേർത്ത് കൊടുക്കുക. ഹണി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ അലോവേര ചേർക്കാം. ഇനിയിപ്പം അലോവേരയും ഹണി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഹണിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ റിസൾട്ട് അല്ല എക്സ്ട്രാ ഒരു ബ്രൈറ്റ്നസ് നിങ്ങളുടെ സ്കിന്നിൽ കിട്ടും. അപ്പോൾ ഹണി അല്ലെന്നുണ്ടെങ്കിൽ അലോവേര ചേർക്കാൻ തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന്. അപ്പം നമ്മളുടെ സ്കിൻ പോളിഷിംഗ് പാക്കും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടിയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി എടുത്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ കണ്ണിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സോഫ്റ്റ് മസാജ് കൊടുക്കാം. ഇത് ഒരുപാട് തരികളൊന്നും ഇല്ലല്ലോ. പിന്നെ പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതാക്കുള്ളൂ. അതേ ഒരു വലിയ തരിയോട് കൂടി നമ്മൾ കണ്ണ് താഴെയൊന്നും വെച്ച് ഉരച്ചരുത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള നമ്മുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. 2 കൈ ഉപയോഗിച്ച് നമ്മൾ ചെയ്താൽ ഏറ്റവും നല്ലത്. നമ്മൾ 2 കൈയിലെടുത്തതിന് ശേഷം നമ്മൾ മസാജ് കൊടുക്കുക. നമ്മൾ ഈ ഒരു നഖമൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണേ. റൗണ്ടിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് സമയം നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ട. ഒരു 5 മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. ഞാനിപ്പോൾ കഴുത്തിലിടുന്നില്ല. അപ്പോൾ 5 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്കിന്ന് വാഷ് ചെയ്യാം. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് തുടയ്ക്കുക. കഴുകിയതിന് ശേഷം തുടയ്ക്കുക.
നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും. നമ്മുടെ എക്സ്ട്രാ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിൻ പോളിഷ് ചെയ്യാനായിട്ട് ഒരു പാക്ക് നമ്മൾ എടുത്തിട്ടില്ലേ, ആ പാക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പോവുക. നമ്മുടെ കോഫി പാക്കാണ് ഇത്. നമ്മുടെ എന്താ പറയുക, ഈ വെയിലത്തിറങ്ങി വെയിലേറ്റ് കരുവാളിപ്പും അങ്ങനെയുള്ളതൊക്കെ പോകാനായിട്ട് സഹായിക്കുകയാണ്. നമ്മൾ നല്ല കട്ട തൈരും തേനും അതുപോലെ തന്നെ കോഫി പൗഡറാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. കണ്ണ് താഴെ ഇടാം, പക്ഷെ കണ്ണ് താഴെ ഉണങ്ങാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കുറേ ആക്നെ പോർസ് നമ്മളുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലാതെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നമ്മളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക. കഴുത്തിലിട്ട് നമ്മുടെ കഴുത്തിൽ കരുവാളിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പോകാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പാക്ക് നമ്മുടെ കൈക്കും കാലിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ചെവിയിലും വെക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കും കാലെന്ന് വെച്ചാൽ പറയാൻ കാരണം വെച്ചാൽ നന്നായിട്ട് നമ്മുടെ വെയിൽ കൊള്ളുമ്പോൾ കറുത്ത് പോണ ഭാഗങ്ങളാണ് നമ്മുടെ കൈയും കാലൊക്കെ. അപ്പം നമുക്ക് ഇതിൽ നമ്മുടെ കരുവാളിപ്പ് മാറാനായിട്ടും സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും പോളിഷ് ആവാനായിട്ടും നമുക്ക് ഈ പാക്ക് സഹായിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് കട്ടിയിൽ തന്നെ ഇട്ടിട്ട് 20 മിനിറ്റ് നല്ല കട്ടിയിൽ തന്നെ ഇടുക. ഇട്ടതിന് ശേഷം 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് റോസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ടൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ പാക്ക് ഇട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഹണി എടുക്കുക. ഹണി എടുത്തിട്ട് നമ്മുടെ ചുണ്ടിൽ തേച്ച് കൊടുക്കുക. ലിപ്സ് അങ്ങനെ 20 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മാക്സിമം നമ്മൾ ഈ പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സൈലൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അധികം നമ്മൾ കൂടുതൽ വർത്താനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചുളികളൊക്കെ വീഴും. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും മാക്സിമം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. 25 മിനിറ്റ് ആയിട്ടുണ്ട് ടോട്ടൽ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ 5 മിനിറ്റോടെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇത് ഉണക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒട്ടുമില്ല, നമ്മുടെ കയ്യിലൊന്നും പറ്റണില്ല, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് നമ്മുടെ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാണ്. ഫസ്റ്റ് ഡേ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എന്നിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്ന് പോളിഷ് ചെയ്തു. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ റോസ് വാട്ടർ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഞാൻ എന്നിട്ട് അതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് അലോവേര ജെല്ലാണെന്നത് അപ്ലൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കി ഒരു മോയ്സ്ചറൈസർ ലോഷനും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.